സംഘാടകർക്ക് ഇപ്പോൾ അതെങ്ങനെയെങ്കിലും കിട്ടും, ആരെയും സഹായിക്കാനുള്ള കാശ് അതെങ്ങനെയെങ്കിലും ഇവിടെ ആരെങ്കിലും കൊടുക്കും. അതൊന്നും ഇവിടെ വിഷയമല്ല. കമ്മിറ്റിക്കാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കലൊന്നുമല്ല എൻ്റെ പണി. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി മാത്രം ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യം, അള്ളാഹുവാണ് രോഗം തരുന്നത്, ശിഫ തരുന്നതും പടച്ചവനാണ്. ഒരു പക്ഷെ ഭാവിയിൽ വലിയ വലിയ അസുഖങ്ങളൊക്കെ അള്ളാഹു നമ്മൾക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വതക്ക കൊണ്ട് അള്ളാഹു അത് നീക്കി കളയും. അസ്വദഖത്തു റദ്ദുൽ ബലാ എന്നാണ്. സ്വതക്ക കൊടുത്താൽ അപകടങ്ങൾ അള്ളാഹു തട്ടുമെന്നാണ്. എന്തെങ്കിലും രോഗങ്ങൾ ഒരു പക്ഷെ അള്ളാഹു നമ്മൾക്ക് കരുതിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ആ തീരുമാനത്തെ തന്നെ അള്ളാഹു മായ്ച്ചറിയും. അപ്പോൾ വരാനിരിക്കുന്ന വലിയൊരു അസുഖങ്ങളെ നമ്മൾ കൊടുക്കുന്ന ചെറിയ സംഖ്യ കൊണ്ട് നമ്മൾക്ക് മാറ്റി നിർത്താൻ പറ്റും. ആരോഗ്യത്തോടെ മരണം വരെ ജീവിക്കാൻ പറ്റും. താല്പര്യമുള്ള ആളുകൾ, സ്വന്തം ശരീരത്തിന് വേണ്ടി താല്പര്യമുള്ള ആളുകൾ കൊടുക്കുക. ആത്മാർത്ഥമായിട്ട് എത്രയാണ് നിങ്ങൾ കഴിയുന്ന എത്ര കൊടുക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാ ആളുകളെയും മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സലാമത്താകട്ടെ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയം, പെണ്ണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സമീപത്തേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു. എന്നിട്ട് പിതാവ് പറഞ്ഞു, നബിയെ, എൻ്റെ മകൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല, വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത്, എനിക്ക് ഭർത്താവിനോടുള്ള കടമകൾ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരാതെ ഞാൻ വിവാഹം കഴിക്കൂല. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന്, അപ്പോഴാണ് ഈ വിഷയം ഇങ്ങനെ പോയത്, ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ചീഞ്ചലങ്ങൾ ഒഴുകിയാൽ, ക്യാൻസർ എന്തെങ്കിലും അസുഖമൊക്കെ ബാധിച്ച് ശരീരമൊക്കെ എന്താകും, വ്രണങ്ങളിൽ നിന്ന് രക്തമൊഴുകും, കുഴിയാകും, അതിനൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഭാര്യ. എങ്കിൽ വരെ അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, നിങ്ങൾ ഭർത്താവിനോടുള്ള കടമ പൂർണ്ണമായിട്ട് വീട്ടിയിട്ടില്ല. അപ്പോഴാണ് ആ പെണ്ണ് അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറഞ്ഞത്, വല്ലദീ ബഅസക ബിൽ ഹഖ്, നബിയേ, അള്ളാഹുവാണേ സത്യം, ലാ അതസവ്വജു അബദാ, ഇനി ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കൂല നബിയേ, ഇനി ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കൂല നബിയേ. ശ്രദ്ധിക്കണം, പെണ്ണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, നബിയെ, എന്ത് കടമയാണ് എനിക്കെന്റെ ഭർത്താവിനോടുള്ളത്? നബി തങ്ങൾ കടമകൾ പറഞ്ഞു കൊടുത്തപ്പോ പെണ്ണ് പറഞ്ഞു, എന്നാൽ ഈ കടമകളൊക്കെ നിറവേറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി വിവാഹം കഴിക്കൂല എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അള്ളാഹുവിന്റെ ഹബീബിനോട്, പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ പെണ്ണ് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി, ലാ തുൻകിഹൂഹുന്ന ഇല്ലാ ബിഇദ്നിഹിന്ന, ഈ പെണ്ണിന്റെ സമ്മതം കിട്ടാതെ ഒരു കാരണവശാലും ഈ പെണ്ണിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത് എന്ന് പിതാവിനോട് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണമെന്ന് കേൾക്കുമ്പോൾ നല്ല രസമാണ്. ഉദയാപ്പയാകുന്നതും വസ്ത്രം വാങ്ങുന്നതും ചമയുന്നതും സ്വർണം ഉദ്ധരിക്കുന്നതും യാത്ര പോകുന്നതും ഫോട്ടോ എടുക്കുന്നതും ആളുകളൊക്കെ പാട്ട് പാടുന്നതൊക്കെ കേൾക്കാനും കാണാനൊക്കെ നല്ല രസമാണ്. വലിയൊരു പ്രതീക്ഷയാണല്ലേ കല്യാണമൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ, മാഷാ അല്ലാഹ്, നല്ല ഇങ്ങനെയുള്ള കോട്ട് സൂട്ട് വാങ്ങണം, പിന്നെ ബ്ലീച്ചിങ് ആക്കണം, മുടി സ്ട്രൈറ്റ് ആക്കണം, പിന്നെ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ നല്ല സ്വർണ്ണാഭരണങ്ങൾ വാങ്ങണം, എന്നിട്ട് നല്ല സുന്ദരന്മാരായിട്ട് രാവിലെ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ആൾക്കാർ ഷൂട്ട് തരാൻ ആൾക്കാരുണ്ടാവും, ബെൽറ്റ് കെട്ടി തരാൻ ആൾക്കാർ, ട്രൗസർ ഇട്ട് കൊടുക്കാൻ വരെ ആൾക്കാരുണ്ടാവും കല്യാണ ദിവസം. അപ്പോൾ ജീവിതത്തിൽ ആകെ കിട്ടുന്നൊരു ദിവസമാണത്. അന്ന് എല്ലാവരും വലിയ ആവേശത്തോടെ കല്യാണത്തിന് തയ്യാറാവാം. പക്ഷേ ആ കല്യാണത്തിന് തയ്യാറാകുന്നതിന് മുമ്പ് എന്താണ് വിവാഹം എന്ന് പഠിച്ചിട്ട് പോയാൽ മതി. പെണ്ണ് പറഞ്ഞു, എനിക്കിങ്ങനെയാണെങ്കിൽ കല്യാണം വേണ്ട, എനിക്ക് ഈ ബാധ്യതകൾ നിറവേറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണ്ട, ഈ കടമ നിറവേറ്റാൻ കഴിയുമെങ്കിൽ മാത്രം വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ മതി. പെണ്ണിതൊക്കെ കേൾക്കുന്നുണ്ടോ ആവോ അല്ലേ? സ്ത്രീകൾ ഇപ്പോൾ പൊതുവെ സ്ത്രീകൾക്ക് അനുകൂലമാണ് നമ്മുടെ നാട്ടിലെ വിധിയും, നമ്മുടെ നാട്ടിലുള്ള കോടതിയും നിയമവും നിയമപാലകരും എല്ലാം പെണ്ണിന് അനുകൂലമാണ്. പെണ്ണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭർത്താവ് ജയിലിലാണ്. സത്യത്തിൽ നോക്കിയിട്ട് ഒന്ന് കണ്ണുരുട്ടി നോക്കിയിട്ട് വരെ ഉണ്ടാവില്ല പുതിയാപ്പിള്. എത്രയോ അനുഭവങ്ങൾ എനിക്കങ്ങനെ അറിയാം, ഭർത്താവിൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടാവില്ല. ഒരു കാര്യം ഞാൻ പറയും, ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ട് ഏകദേശം കുറേ വർഷങ്ങളായി, ഇത്രയും വർഷങ്ങളായിട്ട് ഈ പെണ്ണിൻ്റെ കൂടെ കിടപ്പറ പങ്കിട്ടിട്ടില്ല. ഉറങ്ങിയിട്ടുണ്ട്, പെണ്ണിൻ്റെ കൂടെ കിടപ്പറ പങ്കിട്ടിട്ടില്ല. കാരണം ഈ പെണ്ണിന് ഇയാൾ ഇഷ്ടമല്ല. വർഷങ്ങൾ കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട്. എന്നിട്ട് ഈ പുതിയാപ്പിളാണെങ്കിൽ വീട്ടുകാരോട് ആരോട് ഇത് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു പെണ്ണ് സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു വിഷയം പറഞ്ഞിട്ടില്ല.
പിന്നെ കുറേ ട്രൈ ആയി പല സാഹചര്യങ്ങൾക്കൊന്നും പെണ്ണന് സമ്മതിക്കുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് വീട്ടുകാരോട് വിഷയം പറയുന്നത്. പിന്നെ തൊലാക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ. തൊലാക്ക് ചെല്ലുമ്പോൾ പുതിയാപ്പിള നഷ്ടപരിഹാരം കൊടുക്കണമല്ലോ. തൊലാക്ക് ചെല്ലുമ്പോൾ പുതിയാപ്പിള നഷ്ടപരിഹാരം കൊടുക്കണം. അതിൻ്റെ എമൗണ്ട് ചെറിയ എമൗണ്ട് ആണെങ്കിലൊക്കെ ഓക്കെ. ചെറിയ എമൗണ്ട് എന്തിനാ കൊടുക്കും? പുതിയാപ്പിള തെറ്റല്ലല്ലോ, തെറ്റ് പെണ്ണിൻ്റെതല്ലേ. പുതിയാപ്പിള എന്തിനാ ഇതിന് കൊടുക്കേണ്ട ആവശ്യം? പക്ഷേ കോടതിയും നിയമങ്ങളൊക്കെ പെണ്ണിന് അനുകൂലമാണ്. പെണ്ണ് വേണ്ടാന്ന് പറയാം, പുതിയാപ്പിളെ പെണ്ണ് വേണ്ടാന്ന് പറയാം. എന്നിട്ട് പുതിയാപ്പിള ഡിവേഴ്സ് ചെയ്യുന്ന സമയത്ത് പുതിയാപ്പിള തന്നെ 25 ലക്ഷം 100 പവന് ഇതൊക്കെ നഷ്ടപരിഹാരമായിട്ടാണ്. ഇതൊക്കെ പടച്ചോന്റെ കോടതിയിൽ പെണ്ണ് സമാധാനം പറയേണ്ടി വരും. അങ്ങനെ ഇഷ്ടമില്ലാതൊരു പെണ്ണ് തൊലാക്കില്ലാണെങ്കിൽ ആ പെണ്ണ് ഉപ്പയോടും ഉമ്മയോടും പറയണം, ഇനി എനിക്കിഷ്ടമില്ലാഞ്ഞിട്ട് ഞാൻ തൊലാക്കില്ലാണ്, അയാളോട് നഷ്ടപരിഹാരം വാങ്ങിക്കരുതെന്ന്. പുതിയാപ്പിളയുടെ പ്രശ്നത്തിൽ പുതിയാപ്പിള വേണ്ടാന്ന് പറഞ്ഞ് തൊലാക്ക് ചെല്ലാൻ നഷ്ടപരിഹാരം വാങ്ങാവുന്നതാണ്. ഒരു പുതിയാപ്പിള പറയണം എനിക്ക് പെണ്ണിനെ വേണ്ട, എന്നാൽ നഷ്ടപരിഹാരം ഡിമാൻഡ് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ്. കാരണം കല്യാണമൊക്കെ കഴിച്ചു കൊടുത്തിട്ട് പെണ്ണിന് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ പിന്നെ രണ്ടാമത് വിവാഹം കഴിക്കാൻ വലിയ പ്രയാസമാണ്, നഷ്ടപരിഹാരം വാങ്ങാം. എന്നാൽ പെണ്ണിന്റെ പ്രശ്നം, പെണ്ണിന് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ട് പെണ്ണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് തൊലാക്ക് ചെയ്താലും ആണെന്തിനാ കൊടുക്കേണ്ട ആവശ്യം? ആണിൻ്റെ അടുത്ത് എന്താ പ്രശ്നം? ആണ് തയ്യാറാണല്ലോ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണല്ലോ. എന്നിട്ട് വരെ കോടതിയിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്തിട്ട് പെണ്ണ് പുതിയാപ്പിളയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും. അള്ളാഹുവോടുകൂടി ഇത്തരം സ്ത്രീകളെയും അവരുടെ കുടുംബത്തെയും പഠിച്ചു മൂടൂല. കാരണം അവർക്ക് ആ ശാപം മരണം വരെ ഉണ്ടാവും. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആരാണെങ്കിലും ഇത്തരം ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ശാപം, ജനങ്ങളുടെ ശാപം, ആ വീട്ടുകാരുടെ ശാപം ഖിയാമത്ത് നാൾ അവരുടെ മരണം വരെ കുടുംബത്തിലുണ്ടാവും. മക്കളുണ്ടായ മക്കളിലുണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ മാന്യതയുണ്ടല്ലോ, ഉടുപ്പെന്നൊരു സാധനം വേണമല്ലോ, അതില്ലാന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുക നല്ലത്. അപ്പം അതുകൊണ്ട് പെണ്ണായാലും ആണായാലും ഇതൊക്കെയാണ് ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ. അതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമോ? വിവാഹം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നീ വിവാഹം കഴിക്കണ്ട, നീ ബാച്ചിലറായിട്ട് ജീവിച്ചു. ആണോ? അത് ആണിൻ്റെ കടമകളൊക്കെ ഇൻഷാ അല്ലാഹ് പറയാം. ഒരാൾ 1000 രൂപ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ഈ മഹാനുഭാവന്റെ ഹദറത്തിൽ ഈ മഹത്തായ സദസ്സിൽ ആ സഹോദരൻ നൽകിയ 1000 രൂപയുടെ ഹഖ് ജാഹ ബർക്കത്ത് കൊണ്ട് റഹ്മുർ-റഹീമായ അള്ളാഹു മാരകമായ രോഗവും അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും നീ നൽകല്ലേ റബ്ബേ. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ആരെങ്കിലും കൊടുത്തു വിട്ടാൽ മതി. പരസ്യമായിട്ട് പറയാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഖ്യ കൊടുക്കട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സംഖ്യ കൊടുക്കും. നിങ്ങളുടെ വരുമാനത്തിന് അനുസരിച്ച് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഇഷ്ടപ്പെട്ടൊരു സംഖ്യ ആരുടെങ്കിലും കുട്ടികളുടെ കയ്യിലായിട്ട് കൊടുത്തയച്ചാൽ മതി. പറയാൻ മടിയുണ്ടെങ്കിൽ. അള്ളാഹുവേ, ആ സഹോദരന് നീ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ. വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ നീ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. റഹ്മുർ-റഹീമായ റബ്ബേ, ആ സഹോദരന്റെ ഭാര്യ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വതഖ നൽകി ചികിത്സിക്കണമെന്ന് പഠിപ്പിച്ചത് നിന്റെ ഹബീബാണ്. ദാവൂ മർളാകും ബിസ്സദഖ. രോഗമുണ്ടായാൽ, അസുഖങ്ങളുണ്ടായാൽ രോഗങ്ങളെ സ്വതഖ നൽകി ചികിത്സിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് അല്ലാഹുവേ, ഈ മഹത്തായ സ്വതഖ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്കോ മാരകമായ രോഗങ്ങൾ നീ നൽകല്ല റബ്ബേ. അല്ലാഹുവേ, പ്രയാസമുള്ള രോഗങ്ങൾ നീ നൽകല്ലേ അല്ലാഹ്. വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ ഈ മഹത്തായ സ്വതഖയുടെ ബറകത്ത് കൊണ്ട് പൂർണ്ണമായ ശിഫാ നൽകണേ അല്ലാഹ്, പൂർണ്ണമായ ശമനം നൽകണേ റബ്ബേ. അപ്പോൾ ഒരു പെണ്ണ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടൊരു പെണ്ണ് പറയാണ്, ഭർത്താവിനോടുള്ള കടമകൾ എനിക്ക് വീട്ടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് എപ്പോഴാണോ വിവാഹത്തിന് തയ്യാറാകുന്നത് അന്ന് കഴിപ്പിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെയാണ് പറഞ്ഞത്. ഈ പെണ്ണിന് താല്പര്യമില്ലെങ്കിൽ ഈ പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനിബ്നു ഉമർ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ്, അത്തസിംറാത്തുൻ നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണ് നബിയുടെ സമീപത്തേക്ക് കടന്നു വന്നു. ഫഖാലത്ത് യാ റസൂലല്ലാഹ്, എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, മാ ഹഖ്ഖു സൗജി അലാ സൗജതിഹി, ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് നബിയേ? ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് നബിയെ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ലാ തംനഉഹു നഫ്സഹാ വലൗ കാനത് അലാ ളഹരി ഖതബിൻ, പെണ്ണ്
ഒരു ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ, കിടപ്പറയിലേക്ക് ഒരു പെണ്ണിനെ ഭർത്താവ് ക്ഷണിക്കുകയാണെങ്കിൽ ആ പെണ്ണൊരു പക്ഷേ ഒട്ടകത്തിന്റെ മുകളിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ അടുക്കളയിൽ അടുപ്പിന്റെ അടുത്താണ്, അല്ലെങ്കിൽ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയമായാലും ശരി, ഞാൻ എൻ്റെ പണി കഴിഞ്ഞിട്ട് വരാം, പാചകം ചെയ്തിട്ട് വരാം, അലക്കി കഴിഞ്ഞിട്ട് വരാം എന്നല്ല പറയേണ്ടത്. ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ ഒരിക്കലും ഇപ്പൊ സമയമില്ല എന്ന് പറഞ്ഞ് ഒരു പെണ്ണ് മാറി നിൽക്കാൻ പാടില്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അത്യാവശ്യ തിരക്കുള്ള സമയം. എന്നാൽ ഒരു പെണ്ണ് ഭർത്താവിനോട് പിണങ്ങിയിട്ട് കിടപ്പറ പങ്കിടാതിരിക്കുന്നതോ, ഇതിനെക്കുറിച്ച് ശേഷം പറയുന്നുണ്ട്, ലാ തംനഉഹു നഫ്സഹാ വലൗ കാനത് അലാ ളുഹ്രി ഖതബിൻ. ആ പുതിയാപ്പിള ഭർത്താവ് ആ പെണ്ണ് വല്ല തിരക്കിലാണ്, അടുക്കളയിലോ അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ മുകളിലോ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും അഥവാ സാഹചര്യം അനുകൂലമല്ല, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് മറ്റെന്തൊക്കെയോ തിരക്കിലാണ്, എങ്കിൽ എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് പെണ്ണ് ഭർത്താവിനെ നിരസിക്കാൻ പാടില്ല. ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ പെട്ടെന്ന് അവിടേക്ക് ചെല്ലണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പെണ്ണിനോട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, പെണ്ണെടുത്ത ചോദ്യം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മാ ഹഖ്ഖു സൗജി അലാ സൗജതിഹി. നബിയേ, ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള അടുത്ത കടമ എന്താണ് നബിയേ? പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല സംഭാവന തന്നിട്ടുണ്ടാവും. ഇന്നലെ കൊടുത്തിട്ടുണ്ടാവും എല്ലാവരും അല്ലേ? പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ ഓരോ ലക്ഷ്യത്തിന് കൊടുത്താണ്. ഇന്ന് നമ്മൾ കൊടുക്കേണ്ടത് രോഗങ്ങൾ. ഞാൻ ഒരു എമൗണ്ട് ഞാൻ മനസ്സിൽ നിയത്ത് ചെയ്യാണ്, എനിക്ക് എൻ്റെ കുടുംബങ്ങൾക്കൊക്കെ ഇത്തരം മാരകമായ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയത്ത് ഞാൻ മനസ്സിൽ നിയത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളെല്ലാവരും നിയത്ത് ചെയ്തിട്ട് ഒരാളിങ്ങനെ പറഞ്ഞാൽ മതി. അള്ളാഹു എല്ലാവർക്കും മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ നൽകട്ടെ. അപ്പൊ പെണ്ണ് അള്ളാഹു തആല സംഭാവന ചെയ്ത് സഹായിച്ച എല്ലാ സ്ത്രീകളുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹുവേ, നീ അസുഖങ്ങളിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ. കാരണം ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കാന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ ചെലവുണ്ട്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു കണ്ണൂരിൽ. സുഹൃത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ പറയുന്നില്ല, ഉമർക്ക എന്ന് പറയുന്ന ഒരു 50-60 വയസ്സുള്ള ഒരു നല്ലൊരു മനുഷ്യൻ. എൻ്റെ ഭാഗത്ത് എവിടെ ഉണ്ടെങ്കിലും ആ ഭാഗത്ത് എവിടെ ഉണ്ടെങ്കിലും വരുമായിരുന്നു അദ്ദേഹത്തെ ഞാൻ ആദ്യം പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹനോട് പറഞ്ഞു, ഞാൻ 40 ലക്ഷം രൂപ ഈ ക്യാൻസറിന് വേണ്ടിയിട്ട് സംഭാവന ചെലവാക്കിയിട്ടുണ്ട്. 40 ലക്ഷത്തോളം രൂപ ക്യാൻസറിന് വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹനോട് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഏകദേശം 1 വർഷത്തോളം ജീവിച്ചു, പിന്നെ മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. വളരെ നല്ലൊരു ധീരതയൊക്കെയുള്ള ഒരു മനുഷ്യനായിരുന്നു. 40 ലക്ഷം അന്ന് ചെലവഴിച്ചു, പിന്നെ എത്ര ചെലവഴിച്ചെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത്, അദ്ദേഹം 40 ലക്ഷത്തോളം രൂപയൊക്കെ ചെലവഴിച്ചിട്ട് അള്ളാഹു അദ്ദേഹത്തിന് എന്തില്ല, ശിഫ കിട്ടിയില്ല. അപ്പൊ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ അങ്ങനെയാണ്. നമ്മളൊരു പക്ഷെ എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചാലും നമ്മുടെ പാടവും പറമ്പും വീടും എല്ലാം വിറ്റാലും ശിഫ നൽകിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മുടെ ചില സ്വതക്കകൾ, അതെങ്ങനെ ചില സ്വതക്കകൾ നല്ല സ്ട്രൈക്ക് ചെയ്യുന്ന സ്വതക്കകളാവണം. നായക്ക് വെള്ളം എല്ലാവരും കൊടുക്കാറുണ്ട് അല്ലേ? നായക്ക് വെള്ളം എല്ലാവരും കൊടുക്കാറുണ്ട്. നായക്ക് വെള്ളം കൊടുത്ത് എല്ലാവരും സ്വർഗത്തിലെത്തിയിട്ടുണ്ടോ? ഇല്ല. നായക്ക് നിങ്ങളൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ടോ? ഹലോ, ഇവിടെ ഉണ്ടോ? നായക്ക് വെള്ളം എല്ലാവരും കൊടുക്കും, നമ്മളൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളൊക്കെ അതിന്റെ പേരിൽ സ്വർഗത്തിലെത്തില്ല. പക്ഷെ ഒരു പെണ്ണ് നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിലെത്തിയത് ഹദീസിൽ കാണാം. അതെന്തുകൊണ്ടെന്നറിയോ? ഈ നായ ദാഹിച്ച് വലഞ്ഞ് അവശയായി കിണറ്റിന്റെ തൊട്ടടുത്ത് ആരെങ്കിലും വെള്ളം കോരിയ ചെറിയൊരു നനവുണ്ടാവില്ലേ, അതിങ്ങനെ നക്കി തുടക്കാൻ ദാഹിച്ചിട്ട് നായ മരണത്തോട് മല്ലിടാണ്. ആ സമയത്താണ് ഈ പെണ്ണൊരു സിമ്പതി തോന്നുന്നത്. പെണ്ണ് വീട്ടിലുള്ള വെള്ളം കൊടുത്തല്ലേ പെണ്ണ് കിണറ്റിലിറങ്ങി എന്നാ പറഞ്ഞത്. കിണറ്റിലിറങ്ങി ഹൊഫയിൽ ഷൂവിൽ വെള്ളം നിറച്ചു, തിരിച്ചു വന്നു. പെണ്ണിന്റെ ദാഹം തീർന്നിട്ട് പെണ്ണിന്റെ ആവശ്യത്തിന് വെള്ളം എടുത്തല്ലേ, നായക്ക് വേണ്ടി വെള്ളം എടുത്താണ്. ഇന്ന് തിരിച്ചു വന്നിട്ട് നായക്ക് വേറെ നിറയെ വെള്ളം കൊടുത്തു, അള്ളാഹ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇതുപോലെ ചില സ്ട്രൈക്ക് ചെയ്യുന്ന സുദഖകൾ. ഞാൻ നേരത്തെ ഇന്തോനേഷ്യയിലെ പെണ്ണിന്റെ കഥ പറഞ്ഞില്ലേ, അള്ളാഹു ശിഫ കൊടുത്തു.
അപ്പൊ നമ്മളതുപോലെ ആത്മാർത്ഥമായ ചില സ്വതക്കകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം.